ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലു ആൻഡ് ചിമ്മു. അപ്പം നമ്മളിതാ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇന്നൊരു നൈറ്റ് ഔട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നലെ മദീന മാളിലോട്ടേക്ക് പോകുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ കുറേ ദിവസമായി കുട്ടികളെ മദീന മാളിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. അപ്പോൾ അവർക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പം ഇന്ന് എന്താണ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇതാ കുലു മുന്നിൽ ഇരുന്നിട്ടുണ്ട്. പിന്നെ എൻ്റെയും കുലുവിൻ്റെയും മക്കളാണ്. അവരോട് ഹായ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്കൊന്ന് പോയാലോ. അപ്പോൾ ഇത് പോകുമ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നമുക്കിത് വീടിൻ്റെ അടുത്ത് ഒരു 10 മിനിറ്റേ ഉള്ളൂ. നോർമലി നമ്മൾ വിൻ്റർ സമയത്തൊക്കെ നടന്നിട്ടാണ് പോകാറ്. ഇപ്പം ദുബായിൽ നല്ല ചൂടായി. അപ്പോൾ നമുക്ക് നടന്നിട്ട് പോക്ക് പോസിബിൾ അല്ല. അപ്പോൾ അതാണ് വണ്ടിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ മാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാള് ദുബായിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നൊരു മാളാണ്. അപ്പോൾ നമുക്കും ഒരു ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു മാളാണ് ഇത്. അപ്പോൾ നമ്മളിത് ഓൾമോസ്റ്റ് നമ്മൾ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അതാ പോകുന്നത് ചിമ്മു മോളാണ്. അവരുടെ പിറകെ തന്നെ ഞാനും കൂടെയുണ്ട്. അങ്ങനെ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് എക്സ്പ്രഷൻ്റെ ഷോപ്പാണ്. അവിടെ എന്താ സെയിൽ നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ആ ഷോപ്പിലൊക്കെ. കുട്ടീസൊക്കെ അവിടെ കളി തുടങ്ങി കേട്ടോ. ഇവർ 4 പേര് ഒത്തുകൂടിയാൽ പിന്നെ അവിടെ ബഹളവും കളിയും ഒന്നും പറയണ്ട. നമുക്കിവരെ കൺട്രോൾ ചെയ്യാനേ പറ്റത്തില്ല. അങ്ങനെ നേരെ നമ്മൾ എവിടെയാണ് ഇവർ മുമ്പേ പ്ലാൻ ചെയ്തതാണ്. ഇവർ വൈകിട്ട് തന്നെ പ്ലാൻ ചെയ്തതാണ് നമുക്കിന്ന് മദീന മാളിൽ പോകണം. ഇവരുടെ 4 പേരുടെയും പ്ലാനാണ്. അങ്ങനെ നമ്മളെടുത്ത് പറഞ്ഞു ഓക്കെ. ഇവർ കുറേ ആയി നമ്മളിപ്പോൾ മദീന മാളിൽ പോയിട്ട് ഇപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ആയി കുറേ ആയി പോയിട്ട്. അങ്ങനെ ഈ വിക്കറ്റ് നമ്മൾ അങ്ങോട്ട് വിട്ടതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനും ചിമ്മും കൂടെ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ നേരെ നമ്മൾ ക്രിസ്പ് ആൻഡ് ക്രീമി ഷോപ്പിലോട്ടാണ് പോയത്. ഷോപ്പെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു സ്റ്റാളാണ്. കുട്ടിക്ക് ഡോണറ്റ് വേണമെന്നായിരുന്നു പറഞ്ഞത്. സ്റ്റാർട്ടിങ്ങിലേ അവർ അതാ പറയുന്നത്, ഫസ്റ്റ് അവർക്ക് ഡോണറ്റ് വേണമെന്ന്. അങ്ങനെ നമ്മൾ നേരെ ആ ഷോപ്പിലോട്ട് വിട്ടു. അങ്ങനെ അവിടെ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സിലുള്ള ഡോണറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. നമ്മളെടുത്തൊരു ബോക്സാണ്. അതിൽ മിനി ഡോണറ്റ് 16 പീസസ് വരും. അതാണ് നമ്മളെടുത്തത്. അങ്ങനെ ഷിമു അവരെടുത്ത് സംസാരിക്കുന്നുണ്ട്. കുട്ടികൾ അവരുടെ ഫേവറേറ്റ് ഐറ്റംസ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന ടൈമിലാണ് നമ്മളൊരു പുതിയ സ്റ്റാളും കൂടി അവിടെ ഓപ്പൺ ആയത് കാണുന്നത്. നല്ല ഫ്ലവേഴ്സൊക്കെ ഉണ്ട് അവിടെ. ബൊക്കയും കാര്യങ്ങളൊക്കെയാണ് അവിടെ. കുഞ്ഞു ട്രീസും നല്ല ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ചിമ്മുനാണെങ്കിൽ ആ ചെറിയ ട്രീ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആളവിടുന്ന് അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ അതിൻ്റെ ഓണറെ കാണുന്നുണ്ടായിരുന്നില്ല. അവിടെ പരുതായിരുന്നു. എനിക്ക് ഈ റെഡ് ഉണ്ടല്ലോ, ഒരു ഹേർട്ട് ഷേപ്പിലുള്ള ബൊക്കെയാണ്. നല്ല ഈ ക്യാമറയിൽ കാണുന്നതിലും ഭംഗിയായിരുന്നു നേരിട്ട് കാണാൻ വേണ്ടി. അങ്ങനെ ചിമ്മു അവിടുത്തെ ഓണറെ കണ്ടു. അതിൻ്റെ പ്രൈസൊക്കെ ചോദിച്ച് അന്വേഷിക്കുന്നുണ്ട് അവൾ അവിടുന്ന്. അങ്ങനെ ഞാൻ അതിന് ശേഷം അവിടുന്ന് ചെറുതായിട്ട് ഒരു എന്താ പറയണ്ട ഫോട്ടോഷൂട്ടൊക്കെ നടത്തി റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടുന്ന് നേരെ നമ്മൾ ഫുഡ് കോർട്ടിൽ വിട്ടു. കുറച്ച് സമയം അവിടെ ഇരുന്നു.
കുട്ടിക്കൊക്കെ കുറച്ച് ടയേർഡായ പോലെ ഫീൽ ചെയ്തു. അങ്ങനെ നമ്മൾ കുറച്ച് സമയം ഫുഡ് കോർട്ടിലിരുന്നു സംസാരിച്ചു. പക്ഷെ എന്ത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. കുട്ടിക്ക് ഫ്രൈഡ് ചിക്കൻ കഴിക്കേണ്ട മൂഡൊന്നും ഇല്ലായിരുന്നു. അതിന് പിന്നെ നമുക്കും എന്താണെന്ന് അറിയില്ല, വിശപ്പൊന്നും അങ്ങ് വന്നില്ല. എന്നാലും കുറച്ച് സമയം അവിടെ ഇരുന്ന് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നേരെ ഇപ്പം മദീനമോളിലൊരു പുതിയൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്, മലബാർ തട്ടുകട. അങ്ങോട്ടേക്ക് പോകുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത്. അപ്പം നമുക്കൊന്ന് അവിടെ വല്ലതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും ചിമ്മും കുട്ടികളും കൂടെ അങ്ങോട്ട് പോയി. അവിടെ പോയിട്ടാകുമ്പോൾ അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നേ. അപ്പോൾ അവർ പറഞ്ഞൊരു 20 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 20 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും കുട്ടിയൊക്കെ ക്ഷമയില്ല. അവിടെ ഒരു എന്താ പറയുക, ഒരു ബഞ്ചി സ്റ്റൈലിലായിരുന്നു അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ മോനൊക്കെ അവിടെ പോയി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. ഇന്നത്തെ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ആ ബോർഡിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലൈവ് ഫിഷൊക്കെ നമ്മൾ പറയുന്ന രീതിക്ക് അവർ ചെയ്തിരുന്നു. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ചെമ്മീനും പിന്നെ വേറെ ഒരു ഫിഷും മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ അവർ വിളിച്ചു, നമ്മളെ വിളിച്ചു. നമ്മൾ 7 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ പെട്ടെന്ന് വിളിച്ചു. അങ്ങനെ ഞാനും ചീമും കുട്ടികളും കൂടെ അങ്ങ് ചെയ്തു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നേ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും അവിടെ ഓടിച്ചാടി കളിക്കായിരുന്നു. അങ്ങനെ അതാ നമ്മുടെ ചിമ്മു അങ്ങ് വരുന്നുണ്ട്. കണ്ടോ, ഉള്ളിലെ സെറ്റിങ്സ് ഒക്കെ കണ്ടോ, നല്ല രസമായിരുന്നു. ആ ഒരു ബോട്ടിൽ പോകുന്ന പോലത്തെ ഒരു ഫീലിങ്സ് കിട്ടും നമുക്ക്. അങ്ങനെ ഞാനവിടെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കിടന്ന് എല്ലാവരും കുറച്ച് ടയേർഡായി പോയി. കാരണം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുട്ടികളുടെ പിറകെ അവരും അതേ ടയേർഡായി. എല്ലാവരും ഉറക്കിൻ്റെ വക്കിലോട്ട് എത്തി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.